ജിബി, ഇസ്രായേലിലെ അവസ്ഥ എന്താണ്? ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ്? ആദ്യമേ തന്നെ നമസ്കാരം. ഞങ്ങൾ പറയുന്ന കാര്യം യാതൊരുവിധ പരിഭവങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ അതേ രീതിയിൽ ഞങ്ങളുടെ വീടുകളിലും എല്ലായിടത്തും എത്തിക്കുന്ന ജനം ടിവിയോടും പ്രത്യേകിച്ച് സാറിനോടുമുള്ള നന്ദി ഇസ്രായേൽ മലയാളിയുടെ ഭാഗത്തു നിന്ന് പറയുകയാണ്. കാരണം പല ചാനലുകളും പൊടിപ്പിലും തേങ്ങലൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ ഏത് വാർത്തകളെയും വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ മലയാളികളുടെ വീടുകളിൽ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾക്കൊക്കെ ഇപ്പം ജനം ടി വിയാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇനിയും കാര്യത്തിലേക്ക് വരാം. സത്യത്തിൽ ഈ അമേരിക്കയുടെ ഈ ഒരു ഇറാൻ ആക്രമണത്തിനു ശേഷം ഇറാൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നിലവിൽ 2 സമയങ്ങളിൽ, അതായത് ഇന്ത്യൻ സമയം, ഇസ്രായേൽ സമയം രാവിലെയും ഇന്നലെയും ഒക്കെ ആയിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ, അലാം സിസ്റ്റം, സേഫ്റ്റി റൂം, ഇതൊക്കെയായിട്ട് ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് തന്നെ ആ ഒരു ടൈം ടേബിൾ പ്രകാരം തന്നെ ഞങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇസ്രായേൽ മലയാളികൾക്കും ഇവിടുത്തെ സ്വദേശികൾക്കും വിദേശികളും സുരക്ഷിതരാണ്. ഈ ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ സാധാരണക്കാരന്റെ ഭാഷയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കാര്യം ഞങ്ങൾ പ്രവാസ ജീവിതത്തിലേക്ക് വന്നത് ഇവിടെ നിന്നുകൊണ്ട് പച്ചയായ യാഥാർത്ഥ്യം പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ചില മീഡിയാസ് പറയുന്നത് പോലെ ഇവിടെ കത്തി അമർന്ന് ചാരത്തിന്റെ പുറത്ത് നിന്നുകൊണ്ടല്ല ഇസ്രായേൽ മലയാളികൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ കേരളത്തിലെ പച്ചയായ ജീവിതങ്ങളുടെ യാഥാർത്ഥ്യങ്ങളിൽ വെച്ച് കടങ്ങൾ വീട്ടണം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ രോഗാവസ്ഥകൾ, അല്ലെങ്കിൽ വീട് പണിയണം, അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കണം, പെങ്ങളെ കെട്ടിക്കണം എന്നിങ്ങനെയുള്ള സാധാരണ ഒരു മലയാളി, എല്ലാ പ്രവാസികളെയും പോലെയുള്ള സാധാരണ മലയാളികളുടെ അതേ വികാരവും വിചാരവുമുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ മലയാളികൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് ക്രൂശിക്കപ്പെടുന്നത് ഈ ഗ്രൗണ്ട് ലെവലിൽ ഇസ്രായേലിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയം മിസൈലുകളെ അല്ല, ഞങ്ങൾക്ക് ഭയം ഇറാനെ അല്ല, ഹമാസിനെയോ ഹൂതികളോ യമനെയോ ഒന്നുമല്ല. ഞങ്ങൾക്കിപ്പോൾ ഭയം ഞങ്ങളുടെ പേജുകളിൽ വന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് ഇസ്രായേലാണ് സത്യമെന്ന പോസ്റ്റ് അല്ല, ഇസ്രായേലിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പച്ചയായ യാഥാർത്ഥ്യം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇടുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ മലയാളികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരവരുടെ പേജുകളിൽ ഇതുപോലുള്ള നല്ല ചാനലുകൾ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല സത്യം. ഈ സംസാരിക്കുന്ന ഈ ഞാനേ അല്ല, ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ല എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും പറയുന്നത്. ഞാനിപ്പോൾ പച്ചയായിട്ട് ഇവിടെ ഇരിക്കുന്നത് കണ്ടാൽ പറയും ഇത് A1 അല്ലെങ്കിൽ AI സാങ്കേതികത്വത്തിൽ ആ ഒരു ടെക്നോളജി ഇരിക്കുന്നതാണ്, ഞാൻ പണ്ടേ മരിച്ചുപോയി എന്ന രീതിയിലൊക്കെയാണ് പലരും പറയുന്നത്. ഇത് അതുപോലെ തന്നെ ഇസ്രായേൽ മലയാളികളെ ഒരു വിഭാഗം മാത്രമാണ് കെയർ ഗീവർ ജോബ് ചെയ്യുന്നത്. ഇവിടെ അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലകൾ, അല്ലെങ്കിൽ ബേക്കറിയിൽ, എയർപോർട്ടിൽ, ക്ലീനിങ് സെക്ഷനിൽ, ഇങ്ങനെ വിവിധങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഇസ്രായേൽ മലയാളി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അടിച്ചാക്ഷേപിച്ച് ജൂതന്റെ, പറയാൻ പാടില്ല എങ്കിലും ജൂതന്റെ ബട്ടക്ക് കഴുകുന്ന ഒരു വിഭാഗമായിട്ട് ഞങ്ങളെ അടിച്ചമർത്തി വെച്ചുകൊണ്ട് അതിന്റെ മുകളിൽ കയറി പരിഹാസം കാണിക്കുന്ന ഒരു ഇസ്രായേൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കേരള കുറെ തീവ്ര ചിന്താഗതിക്കാരുടെയും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളും പച്ചയായ മനുഷ്യരാണ്. മിസൈലിനെ ഞങ്ങൾക്ക് ഭയമുണ്ട്, ജീവനിൽ കൊതിയുണ്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾ എല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. എങ്കിലും സാറ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഇതുവരെ ഈ നിമിഷം വരെ ഞങ്ങൾ സുരക്ഷിതരാണ്.